നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമ്മുടെ ED ആക്രമണ കേസിലെ ഇപ്പോഴത്തെ 26 പ്രതികൾ അകത്ത് കിടക്കുന്നു. മകൾ അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ളൊരു സന്ദേഹം തുടരുന്നു. പിണറായി വിജയനും ഒരു സൂചനയും കിട്ടുന്നില്ല. പിണറായി വിജയനും ഭാര്യയും തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ തന്നെ ഉണ്ട്. അടുത്ത കുരുക്കായിട്ട് ഇതാ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ പോവുകയാണ്. സതീശന് അങ്ങോട്ടൊരു അടിക്കാനൊരു വടി കൊണ്ട് സ്വപ്ന പോവുകയാണ്. കാരണം സ്വപ്നയ്ക്കെതിരെ പിണറായി സർക്കാർ എടുത്ത കേസുകളെല്ലാം വ്യാജ കേസുകളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാം പിൻവലിച്ചു തരണം, തെളിവ് സഹിതം മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യം ഉന്നയിക്കുമെന്നാണ്. പക്ഷേ പ്രതിപക്ഷം ചിലപ്പോൾ ഇത് സ്വപ്നയ്ക്ക് സതീശൻ സർക്കാർ വഴങ്ങി എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തും, സ്വാഭാവികം. പക്ഷേ സ്വപ്ന പറയുന്നത്, എന്നെ ഇനിയും ഉപദ്രവിച്ചാൽ ഞാൻ കൂടുതൽ പിണറായിയുടെ ആസ്തി സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിടുന്നു അല്ലേ. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ സ്വപ്ന സുരേഷിൻ്റെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള പ്രതികരണം, അതെ, കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് ഒരു ചാനലിന് സ്വപ്ന, ഒരു ചാനലിന് മാത്രമായിട്ട് സ്വപ്ന അഭിമുഖം കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു. അതെ അതെ, അതൊക്കെ ഒരു പിണറായിക്കെതിരായൊരു അടുത്തൊരു കോപ്പ് കൂട്ടലിൻ്റെ ഭാഗമാണെന്ന് കരുതാം. ശരിക്കും ഇനി എങ്ങനെയാകും സ്വപ്നയുടെ നീക്കങ്ങൾ? അല്ല, ഇവിടെ സ്വപ്ന കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ, ഇപ്പോൾ രാജേഷ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി VD സതീശനെ നേരിൽ കാണാനുള്ള ഒരു നീക്കം നടത്തുന്നു. ഒപ്പം ഈ കേസുകൾ സ്വപ്നയ്ക്കെതിരെ തലങ്ങും വിലങ്ങും കേസെടുത്തിട്ടുണ്ട്. അത് പിന്നെ പിണറായി വിജയനാണ് അതിൻ്റെ പുറകിലെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. MV ഗോവിന്ദനെ കുറിച്ച് MV ഗോവിന്ദൻ്റെ പേരൊരിടത്ത് പരാമർശിച്ചു എന്ന് പറഞ്ഞിട്ട് MV ഗോവിന്ദനും മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ് ഈ സ്വപ്ന ചോദിച്ചൊരു ചോദ്യം ശരിയാണ്, മാനമുള്ളവരല്ലേ മാനനഷ്ട കേസ് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും ഈ MV ഗോവിന്ദനെ താൻ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം സംസാരിച്ചപ്പോൾ ഈ പേര് പരാമർശിച്ചു, അതിൻ്റെ പേരിൽ കേസ്. അപ്പോൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും സ്വപ്നയെ ഉപദ്രവിക്കുകയാണ്. അത് സ്വപ്നയെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. വളരെ കൃത്യമാണ്. കാരണം സ്വപ്ന നിരവധി കേസുകളിൽ, അതായത് നമ്മുടെ സ്വർണ്ണക്കടത്ത് വരുമ്പോഴാണല്ലോ സ്വപ്ന സുരേഷ് എന്ന വ്യക്തിയെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്, കേരളം അറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ അതുമുതൽ അന്ന് ആ സംഭവം പുറത്തു വന്നതിന് ശേഷം അതിനോടനുബന്ധമായി പുറത്തു വന്ന മറ്റ് പല വിവരങ്ങളുണ്ട്. അതിൽ നിരവധി മന്ത്രിമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൾ വീണ തായ്ക്കണ്ടി മാത്രമല്ല, മറ്റ് നിരവധി മന്ത്രിമാർ അതിൽ പെട്ടിട്ടുണ്ട്. KT ജലീലുണ്ട്, അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനുണ്ട്, അങ്ങനെ പലരും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചൊക്കെ സ്വപ്ന പറഞ്ഞത് നമ്മൾ അത് ആവർത്തിക്കുന്നില്ല ഞാൻ. ഇപ്പോൾ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ സ്വപ്നയുടേതായി വന്നിരിക്കുന്നത് അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ഇവിടങ്ങളിലെല്ലാം പിണറായി വിജയന് ബിസിനസ് സംരംഭങ്ങളുണ്ട് എന്നാണ്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 20 വിദേശയാത്രകൾ നടത്തി. അതിനുവേണ്ടി ചെലവഴിച്ചത് 38 കോടി രൂപയാണ്. ദൃശ്യങ്ങളൊക്കെ ഇത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. ദൃശ്യങ്ങളും അദ്ദേഹം ഓരോരോ വിദേശത്തും അമേരിക്കയിലൊക്കെ ചെല്ലുന്നത്, ചികിത്സയുടെ പേര് പറഞ്ഞാണ് അമേരിക്കയിലൊക്കെ പോകുന്നത്. എല്ലായിടത്തും പോയത് ഏതാണ്ട് ശാരീരിക അവശതകളൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ നെതർലാൻഡ്സിൽ പോയി നമ്മളന്ന് ആ പേര് തപ്പിയെടുത്തു. നമ്മുടെ ഒരു പ്രേക്ഷകൻ തന്നെ നമ്മുടെ ആ പേര് പറഞ്ഞു തന്നു. നെതർലാൻഡ്സിലെ റൂം ഫോർ റിവർ. അതെ, അതായിരുന്നു നമ്മൾ തപ്പിയ പേര്. അതെ 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 അതെ, പദ്ധതി. അപ്പോൾ ഈ ഇങ്ങനെ പിണറായി വിജയൻ ആഫ്രിക്കയിൽ പോയില്ല. ആഫ്രിക്കയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പിണറായി വിജയൻ 38 കോടി രൂപയാണ് 20 വിദേശയാത്രകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. ഇത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്, നമ്മൾ പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനെ വിദേശയാത്രകളെല്ലാം നടത്തിയത് അദ്ദേഹം ശാരീരികമായ അവശതകൾ മുൻനിർത്തിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയല്ല, തൻ്റെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഡീലുകൾക്കാണ് എന്നാണ് സ്വപ്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. പിന്നെ അതിനെതിരെയും സ്വപ്നയ്ക്കെതിരെ കേസ് വന്നേക്കാം, മാനനഷ്ട കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ ചർച്ച ചെയ്യുന്ന നമുക്കെതിരെയും ചിലപ്പോൾ കേസ് കൊടുത്തേക്കാം. നമ്മൾ ഈ
സ്വപ്ന നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വപ്ന എന്താണ് പറഞ്ഞത്? അതെ, സ്വപ്ന എന്താണ് പറഞ്ഞത്, അതിനകത്ത് എന്തെങ്കിലും യുക്തിയുണ്ടോ, അതോ സ്വപ്ന വെറുതെ ഗുണ്ടടിച്ചതാണോ, ഉണ്ടയില്ല വെടി പൊട്ടിച്ചതാണോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, ഈ ഒരു മുഖ്യമന്ത്രി 20 വിദേശയാത്രകൾ നടത്തുക, അത് 38 കോടി രൂപ ചെലവഴിക്കുക. അത് മാത്രമല്ല, സ്വപ്ന ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ ഫസ്റ്റ് ലേഡി ആയിട്ടാണ് എല്ലായിടത്തും പെരുമാറിയിരുന്നത്, കമല വിജയൻ. സാധാരണ ഈ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യയാണ് ഫസ്റ്റ് ലേഡി എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ പ്രഥമ വനിത എന്ന് പറയുന്നത്. അത് ഒരു അമേരിക്കൻ കൺസെപ്റ്റാണത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്നാണ് നമ്മളൊക്കെ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ യാത്രയിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം താനൊരു ഫസ്റ്റ് ലേഡിയാണ് എന്ന മട്ടിലാണ്. അല്ലെങ്കിലും ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയിൽ പ്രോട്ടോകോൾ പ്രകാരം രാജ്യത്തിന്റെ ഭരണാധിപൻ, രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അവർക്കാണ് ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ. പ്രസിഡന്റ് വനിതയാണെങ്കിൽ ഭർത്താവിനെ കൊണ്ടുപോകാം. പ്രധാനമന്ത്രി പുരുഷനാണെങ്കിൽ ഭാര്യയെ കൊണ്ടുപോകാം. അതിന് ഒരു നയതന്ത്രപരമായ ഒരു പരിരക്ഷയുണ്ട്, അതിന് എല്ലാം അതിന് ലഭിക്കും. അല്ലാതെ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അറിവിൽ ഞാൻ ഇത്രയും കാലം പത്രപ്രവർത്തനം നടത്തിയിട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം. അതെ, ഇവിടെ കൂടെ പോകുന്ന കഴിവിലിരിക്കും, കൂടെ അനുഗമിക്കുന്ന, മുംബൈ പോകുന്ന അദ്ദേഹത്തിന് പിന്നാലെ ഗമിക്കുന്ന എന്ന് പറയില്ല, പിന്നാലെ ഗമിക്കുന്ന ഒരു ഗമിക്കുന്ന ഗോവു തന്നെ പിമ്പേ ഗമിച്ചിടുന്നു ബഹുഗോക്കളല്ല. ബഹുഗോക്കളുടെ കഴിവുപോലെ ഇരിക്കും ഫസ്റ്റ് ലേഡി. അതെ. അല്ല, ഇവിടെ ഈ സ്വപ്ന ആരോപിച്ചത്, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. സ്വപ്ന ആരോപിച്ചത് അങ്ങനെയാണ്, തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ഭാര്യയും മകളും ചേർന്നാണ്. അവിടെ സ്വപ്ന പറയുന്നുണ്ട്, മകന് പോലും ഒരു പരിഗണനയും ഇല്ല, മകൻ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല, ഒരു പ്രാധാന്യമില്ല. അതേസമയം ഈ ഭാര്യയും മകളും ചേർന്നാണ് എല്ലാ തീരുമാനം. നമുക്കറിയാമല്ലോ, മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരുന്നപ്പം ഭാര്യയും മകളും ക്ഷേത്ര ദർശനത്തിന് പോയി വിവാദമായത് നമുക്കറിയാം. അപ്പോൾ അതായത് എല്ലാറ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ പാർട്ടി സംവിധാനങ്ങൾ, അതൊന്നും ഞങ്ങൾക്കതൊന്നും ഒരു വിഷയമല്ല, ഞങ്ങൾ പിണറായി വിജയൻ്റെ ഭാര്യയും മകളുമാണ് എന്ന മട്ടിലാണ് അവർ. മകൻ ഗുരുവായൂർ വന്നപ്പോഴും അത് വിവാദമാക്കിയിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. മറ്റത് വിവാദം വലിയ രീതിയിൽ കത്തിപ്പടർന്നു. അപ്പോൾ അത് സ്വപ്ന പറഞ്ഞത് ഇതൊക്കെയാണ്. ഇങ്ങനെ ഇവിടെ എൻ്റെ ഒരു ചോദ്യം, ഈ അമേരിക്കയിലും യൂറോപ്പിലും ഈ ഗൾഫ് രാജ്യങ്ങളിലും മാത്രമേ ഇത്തരത്തിലുള്ള പോക്ക് നടന്നിട്ടുള്ളൂ. അദ്ദേഹം മലേഷ്യയിൽ പോയല്ലോ, സിംഗപ്പൂർ പോയല്ലോ, ഇനി കാനഡയുമായിട്ട് അദ്ദേഹത്തിന് വളരെ പണ്ടേ ബന്ധമുണ്ടെന്നാണ് ആരോപണം. SNC ലാവലിൻ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ കേവലം ഈ അമേരിക്കയും യൂറോപ്പിനെയും മിഡിൽ ഈസ്റ്റിനെയും മാത്രം ബന്ധിപ്പിച്ചാൽ മതിയോ? അങ്ങനൊരു ചോദ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ മയോ ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് പോയി. പലപ്പോഴും നമുക്കറിയാം, ഈ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ്, കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് പോകുമ്പോൾ മറ്റു പല ബിസിനസ് ഡീലുകളും സംസ്ഥാനത്തിൻ്റെ, അതായത് സർക്കാരിൻ്റെ തന്നെ തലത്തിലുള്ള പല ഇടപെടലുകളും ഒക്കെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം വ്യക്തമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അന്ന് ഈ പിണറായി കേന്ദ്രം ഒരു ലൈസൺ വളരെ കാര്യക്ഷമമായിരുന്നു. അതുകൊണ്ട് ആരും കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ചോദ്യം ചെയ്തിട്ടില്ല ഈ വിഷയങ്ങളിലൊന്നും. അതുകൊണ്ടാണല്ലോ ഈ ഷാർജയിലെ ഒരു ഷെയ്ഖ് വന്നപ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ച് അയാളെ, ആ ഉന്നത പദവി വഹിക്കുന്ന ആളിനെയും കൊണ്ട് ക്ലിഫ് ഹൗസിൽ പോകാൻ അദ്ദേഹത്തിൻ്റെ ഈ യാത്രാ പരിപാടികളിലെങ്ങും ക്ലിഫ് ഹൗസ് ഇല്ല. പക്ഷെ അദ്ദേഹത്തിനെ റൂട്ട് മാറ്റി ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി. അതാണ് ഈ ഒപ്പമുള്ളവർ വിചാരിച്ചാൽ, ഒപ്പമുള്ള സോക്കാൾഡ് ഡിപ്ലോമാറ്റുകൾ വിചാരിച്ചാൽ ഏത് വലിയ VVIPയും പ്രോട്ടോകോൾ ലംഘിച്ച് എത്തും. അതാ അബദ്ധത്തിലാണ് പെടുന്നത്, ചെന്ന് ചാടുന്നത് വലിയ അബദ്ധത്തിലാണ്. ഇരിക്കട്ടെ, ഞാനത് പറയാം. അന്ന് ഈ ആളിനെ ഇങ്ങനെ പ്രോട്ടോകോൾ ലംഘിച്ച് ക്ലിഫ് ഹൗസിൽ എത്തിക്കുന്നതിൽ സ്വപ്നയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്ന് സ്വപ്ന തന്നെയാണ് പറയുന്നത്. ഞാൻ ആണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി, മകൾക്ക് വേണ്ടിയൊക്കെ റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ഉണ്ടായിരുന്നു. മാത്രമല്ല സ്വപ്ന പറയുന്നത് എന്താണ്, അന്ന് മകൾക്ക് വേണ്ടി ഷാർജയിൽ
ചില ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് അവിടെ നടന്നത്, ചർച്ചയാണ് അവിടെ നടന്നത്. അതിനു വേണ്ടുന്ന സഹായമാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് മുഖ്യമന്ത്രി നേരിട്ട് എന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വെളിപ്പെടുത്തലാണ്. പിന്നെയാണ് സ്വപ്ന ബാംഗ്ലൂരേക്ക് പോകുന്നതും ഒക്കെ. ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് വേട്ടയാടുന്നു എന്നും പറഞ്ഞ് ബാംഗ്ലൂരേക്ക് പോയത് അങ്ങനെയാണ്. പിന്നീട് പാലക്കാട്, അതെ, പിന്നീട് അതെ IHRDS എന്ന് പറയുന്ന പിന്നെ അവിടെ ജോലി ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ സ്വപ്ന ബാംഗ്ലൂരേക്ക് സത്യത്തിൽ പലായനം ചെയ്യുകയായിരുന്നു. ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാകും, ജീവന് തന്നെ ആപത്തുണ്ട് എന്നൊക്കെ തോന്നിയിട്ടാണ് സ്വപ്ന അന്ന് പോയത്. ഇത് സ്വപ്നയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മളാരും സ്വപ്നയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. സ്വപ്ന നടത്തിയ പത്രസമ്മേളനങ്ങളും സ്വപ്ന പുറത്തുവിട്ട കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, കേവലം ഈ അമേരിക്കയിലും യൂറോപ്പിലും ഇവിടെയും മാത്രമല്ലല്ലോ ഇദ്ദേഹം പോയിരിക്കുന്നത്, മറ്റു പല സ്ഥലങ്ങളിലും ഇദ്ദേഹം പോയിട്ടുണ്ട്. ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് ഒരു വ്യവസായിയുടെ പേരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, വെറുക്കപ്പെട്ടവൻ എന്ന് സഖാവ് VS അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചതൊക്കെ നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ കാനഡയിൽ SNC ലാവലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന അതിൻ്റെ പേരിലെ ഒരു കേസ് തന്നെ ഇപ്പോഴും അത് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. ഇതൊക്കെ കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കേവലം ഇങ്ങനെ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. വെറും അതായത് നമ്മൾ ED കേസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, നമ്മുടെ മാധ്യമങ്ങൾ നമ്മളടക്കം പറഞ്ഞു. നമ്മൾ പറയുന്ന ഓരോ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ EDയുടെ നീക്കങ്ങൾ കണ്ടിട്ടാണ് ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടായേക്കാം. ഒരിക്കലും നമ്മൾ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു, ആദ്യ ദിവസം ചോദ്യം ചെയ്ത് വിട്ടേക്കുന്ന ഒരുപാട് വിമർശനം വന്നു പ്രേക്ഷകരിൽ നിന്ന്. പക്ഷേ അറസ്റ്റ് ഉണ്ടായില്ല. രണ്ടാം തവണ ചിലപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഉണ്ടായില്ല. നമ്മൾ അറസ്റ്റ് ഉണ്ടാകാൻ ആഗ്രഹിക്കുകയല്ല. എന്താണ് ഒരു സംഭവ വികാസം, എന്താണ് സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം സംശയാസ്പദമല്ല. നമ്മൾ അതുകൊണ്ട് അയ്യോ വീണ അറസ്റ്റിലായില്ലേ, വീണ അറസ്റ്റിലായാലും ഇല്ലെങ്കിലും നമുക്കൊന്നും അറസ്റ്റിലായില്ലെങ്കിൽ അടുത്ത പടി എന്താണ് ആ വാർത്തയാണ് നമ്മൾ. ഇപ്പൊ ഒരു 3 ആഴ്ച ഒരു മാസമാകും അല്ലേ ED ആ കേസിന് 3 ആഴ്ചയായിട്ട് ED അടയിരിക്കുകയാണ്, മുട്ട വിരിഞ്ഞിട്ടില്ല. ED ഈ ഫയലിന് മേൽ അടയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് നമ്മുടെ ഇതിൻ്റെ കർത്തയുടെ കുടുംബത്തെ ഒന്നും ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ട, അവരെയൊക്കെ 2-3 ചോദ്യം ചെയ്യിപ്പിച്ചു. ശരണസ് കർത്തയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തു, കർത്തയുടെ ഭാര്യ ഒരു തവണ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ ഈ ഷിബി കർത്തയെ മകളെ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പം ഇനിയിപ്പോൾ അവർക്ക് അതൊന്നും വേണ്ട, അവർക്ക് കിട്ടി. എങ്ങനെയാണ് നമ്മൾ ഈ കാണ്ഡഹാർ വിമാന റാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് നമ്മുടെ ഭീകരം വിട്ടുകൊടുത്തിട്ടാണ് വിമാനത്തിലെ യാത്രക്കാരെ നമ്മൾ റിലീസ് ചെയ്തത് അല്ലേ. അതേപോലെ നമ്മൾ 26 പേരെ വിട്ടുകൊടുത്തു. പാർട്ടി 26 പേരെ പാർട്ടി അങ്ങ് EDക്ക് ഒരു കേസ് വേണം, ആ കേസിലേക്ക് 26 വിട്ടുകൊടുത്തിട്ട് ശരിക്കുള്ള പ്രതിയെ ഇങ്ങ് തിരിച്ചെടുത്തു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡൽഹിയിൽ ബന്ധമുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാരിൽ ബന്ധമുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാർ ഞാൻ മോദിയായിട്ടല്ല ഞാൻ പറയുന്നത്, കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് വിശാലമായൊരു പ്ലാറ്റ്ഫോമാണ്, സംവിധാനമാണ്, ഒരു ഭരണതലമാണ്. ഈ ഭരണതലത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ, അതായത് നമ്മുടെ മൂലക്കല്ല് അല്ലെങ്കിൽ നമ്മുടെ കന്നിമൂല എന്നൊക്കെ പറയില്ലേ, അതേപോലെ സുപ്രധാനമായ കാര്യങ്ങൾ ഉരുണ്ടുകൂടുന്ന ചില പ്രദേശങ്ങളിൽ ബന്ധമുള്ള ചിലരുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ 26 പേര് കൊടുത്തു കഴിഞ്ഞു, അവിടെ നിന്ന് വിഷയം. അപ്പം ഇവിടെ റിലീസായി സംഭവം. ഈ പ്രധാനമന്ത്രി അല്ല, നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ പോയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഡിപ്ലോമാറ്റുകൾ അനുഗമിക്കുന്ന വ്യവസായ പ്രമുഖരുണ്ട്, അപ്പോൾ അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും സംഭവിക്കില്ല. അത് വളരെ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ അങ്ങ് എഴുതിത്തള്ളാൻ വരട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? ലാവ്ലിൻ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? അത് കേസ് തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ലല്ലോ. സുപ്രീം കോടതി ഫയൽ മാത്രമേ എത്ര തവണ മാറ്റി വെച്ചു. അല്ല ഇരിക്കട്ടെ, എങ്കിലും കേസ് എത്ര തവണ മാറ്റി. അല്ല ഞാനതാണ് പറഞ്ഞത്, നിയമത്തിൻ്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് സമയം നീട്ടി പോവുകയാണ്. അല്ലാതെ കേസ് ഇല്ലാതാക്കാൻ അതിന് തന്നെ എന്തുമാത്രം പണം ചിലവ്. അതെ ഇനി എങ്ങനെ ചെയ്യും? കഴിഞ്ഞ 10 വർഷം നമ്മൾ ട്രഷറിയിൽ നിന്ന് എടുത്ത് ചിലവാക്കി എന്ന് പറയാം, അല്ലെങ്കിൽ CPMന്റെ പാർട്ടി ആസ്ഥാനത്തെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തെന്ന് പറയാം. ഇനി എന്ത് ചെയ്യും? ഡൽഹി AKG ഭവനിലെ കറണ്ട് ബില്ല് ഒരു അടക്കണം. അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ നിന്നുമാണ് അങ്ങോട്ട്
അല്ല പണം പോകുന്നത്. അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ വിഷയം വളരെ വിശാലമാണ്. അപ്പോൾ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ സത്യത്തിൽ സ്വപ്ന ഒരു മീനിനെ ചൂണ്ടയിൽ കോർത്തിട്ടിരിക്കുകയാണ്. ഇതിൽ പിണറായി വിജയൻ കൊത്തിയാൽ ഇതിൻ്റെ പുറകെ സ്വപ്ന ഇതിനേക്കാൾ വലിയ വെടി പൊട്ടിക്കും. ഇതിൽ വി ഡി സതീശൻ കൊത്തു. അടുത്ത വെടി പൊട്ടുന്നതിന് മുമ്പേ വി ഡി സതീശൻ ഇതിൽ കൊത്തു. അല്ല, വി ഡി സതീശൻ ഇത് വളരെ സമർത്ഥമായിട്ട് കളിക്കും, ശരിയാണ്. അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഈ സ്വപ്നയുടെ കേസുകൾ പിൻവലിക്കുകയോ അതൊന്നുമല്ല. അപ്പോൾ അതിന് അദ്ദേഹം പറയാം, അത് കേസ് എടുത്തു പോയില്ലേ, ഇനിയിപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ, എന്തായാലും പോലീസ് നിങ്ങളെ ശല്യപ്പെടുത്താതെ ഉപദ്രവിക്കാതെ കേസാണോ എന്ന് അതൊക്കെ പരിശോധിക്കാനുള്ള ഒരു അവകാശം അതൊക്കെ ചെയ്യും, ആവശ്യപ്പെടാനുള്ള അവകാശം ഒരു സ്ത്രീക്കുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും കേസ് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. അദ്ദേഹം പറയാം അത് കോടതിയിലാണ്, കോടതി തീരുമാനിക്കട്ടെ, പക്ഷെ നിങ്ങൾ നിരപരാധിയാണെന്ന് ബോധ്യമുള്ള സംഗതികളിൽ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ആവശ്യം പിണറായി സ്വപ്ന പോര് അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടി സ്വപ്ന പോര് രൂക്ഷമാകണം, എന്നാലേ ഉള്ളിലുള്ളത് പുറത്തു. അതെ, അങ്ങനെയാണെങ്കിൽ സ്വപ്നയുടെ ഉള്ളിൽ നിന്ന് ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട്. സ്വപ്ന പറയേണ്ടത് ഈ സ്വർണ്ണക്കടത്ത് എവിടെ തുടങ്ങി, എന്ന് തുടങ്ങി, ആരിൽ നിന്ന് തുടങ്ങി, ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നത് തുടങ്ങി അവിടം തൊട്ട് ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെ കേസിൽ ഉൾപ്പെടെ സ്വപ്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു പറയാനുണ്ട്. സ്വപ്ന കൊടുത്തിരിക്കുന്ന 164 മൊഴിയുണ്ടല്ലോ, മജിസ്ട്രേറ്റിന് കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴി, അതവിടെ ഉണ്ട്. ഈ രഹസ്യമൊഴി എന്താണെന്നുള്ളത് സ്വപ്നയ്ക്കും അറിയാം, ഇപ്പുറത്ത് പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അറിയാം. കാരണം ഈ രണ്ടുപേര് ചേർന്ന് ചെയ്യുന്ന കാര്യത്തിൽ ഒരാൾ എന്താണ് പറയുക എന്ന് പൊതുവെ രണ്ടു കൂട്ടർക്കും അറിയാൻ സാധിക്കില്ല. ഇപ്പം ഞാനും താങ്കളും തമ്മിലിരുന്ന് സംസാരിക്കുന്നു, അതിൽ ഞാൻ പുറത്ത് പറയുമ്പോൾ താങ്കൾക്കറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, നമ്മൾ തമ്മിൽ സംസാരിക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിഷേധിക്കും, അല്ലേ? ഇവിടെ അങ്ങനെ ഒന്നും നിഷേധിച്ച് ആരും വന്നിട്ടില്ല. സ്വപ്ന ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോന്ന് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി മഹാരഹസ്യങ്ങൾ വരാനുണ്ട്. അത് സ്വപ്ന എത്ര തന്ത്രപരമായിട്ട്, എത്ര സൂക്ഷ്മതയോടെ, എത്ര ജാഗ്രതയോടെ പുറത്തുവിടും. കാരണം ഇതെല്ലാം പലതും തെളിവുകളാണ്. അപ്പോൾ ആ തെളിവുകൾ നഷ്ടപ്പെടാത്ത വണ്ണം, സ്വപ്നയ്ക്ക് പരിക്കേൽക്കാത്ത വിധം അത് പുറത്തുവിടുക എന്നുള്ളതാണ് സ്വപ്നയുടെ ഉദ്ദേശം. വി ഡി സതീശനും കോൺഗ്രസിനും ബി ജെ പിക്കും ഒക്കെ അതിനെ രാഷ്ട്രീയമായിട്ട്, ബി ജെ പിക്ക് അത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ വി ഡി സതീശനെയും കോൺഗ്രസിനെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നേട്ടമാണ് അവരാഗ്രഹിക്കുന്നത്. അവർക്ക് പിണറായി വീണാലും വാണാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അത് അവർക്ക് എത്രത്തോളം രാഷ്ട്രീയ നേട്ടത്തിന് വി ഡി സതീശൻ്റെ രാഷ്ട്രീയ നേട്ടം എന്ന് പറഞ്ഞാൽ, കാരണം വി ഡി സതീശൻ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന് ശേഷം ഈ CPM-നെതിരെ LDF-നെതിരെ പോരാട്ടം കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. ആ കണ്ടിന്യൂ ചെയ്ത പോരാട്ടം ഒരിടത്തും സമരസപ്പെടാതെ മുന്നോട്ട് പോയതുകൊണ്ടാണ് വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായതും UDF അധികാരത്തിലെത്തിയതും സതീശൻ മുഖ്യമന്ത്രിയായതും. അതെ, അടുത്ത ടൈം കേരളത്തിൽ ഇപ്പോഴത്തെ ആ പൊളിറ്റിക്കൽ സിനാറിയോ വെച്ചിട്ട് ഈ അടുത്ത 2031 ഇലക്ഷൻ. 2029 നടക്കുമെന്ന് വെച്ചോ. അതെ, എങ്കിൽ 2029 അല്ലെങ്കിൽ 28 അവസാന ഡിസംബർ മാസം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർത്ത്, UDF പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർത്ത് മിഷൻ 2029 അല്ലെങ്കിൽ മിഷൻ 2031 എന്ന് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലെന്ന് സതീശന് അറിയാം. ഇപ്പോഴേ ഈ ബേസ് എല്ലാം തടസ്സങ്ങൾ അടിത്തറ കെട്ടി അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളെയൊക്കെ നീക്കം ചെയ്ത് അതിന് കിട്ടിയ നല്ലൊരു ടൂളാണ് സ്വപ്ന. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് സ്വപ്ന സുരേഷിന് ആപത്തൊന്നും വരുത്താൻ ആർക്കും കഴിയില്ല. ഇനി കൃത്യമായിട്ട് ഈ പോലീസ് കേസുകളിൽ അത് വി ഡി സതീശനും കോൺഗ്രസും UDF-ഉം കുറേയൊക്കെ ഈ സ്വപ്നയോട് വിട്ടുവീഴ്ച ചെയ്ത് ഈ പറയുന്നത് പോലെ തീർത്തും വ്യാജമായ കേസുകളൊക്കെ അങ്ങ് വിഡ്രോ ചെയ്ത് കൊടുക്കും. എന്നാൽ പൂർണ്ണമായിട്ടും കേസുകളിൽ നിന്ന് വിടുതൽ കൊടുക്കില്ല. പകരം സ്വപ്ന ഘട്ടം ഘട്ടമായിട്ട് പല കാര്യങ്ങളും പുറത്തുവിടും. അത് തീർച്ചയായിട്ടും പിണറായി വിജയനും LDF-നും CPIM-നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒക്കെ പരിക്കുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും സ്വപ്ന പുറത്തുവിടുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. സ്വപ്ന പലതിലും മാപ്പുസാക്ഷിയാണ്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു, സ്വപ്ന മാപ്പുസാക്ഷിയാണ്, മാപ്പുസാക്ഷിയാകും. അത് തീർച്ചയായിട്ടും
പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അത് വലിയ വെല്ലുവിളിയാണ്. ഇപ്പോഴും സ്വപ്ന പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ശിവശങ്കർ ഈ ഇതിൽ നിന്ന് സസ്പെൻഷനൊക്കെ ആയി മാറി നിൽക്കുകയാണെങ്കിലും ശിവശങ്കറെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് കൊടുക്കുന്നത് ശിവശങ്കറാണ് എന്നാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതല്ല, അവർ തമ്മിൽ തെറ്റി അല്ല, സ്വപ്നയും ശിവശങ്കറുമായിട്ട് ഇപ്പം ബന്ധമൊന്നുമില്ല. അത് സ്വപ്നയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമല്ല. അവർ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ സ്വപ്ന അത് പറഞ്ഞേനെ. അങ്ങനൊരു ബന്ധമില്ല. പിന്നെ അവർ തമ്മിൽ കാണാറുമില്ല. പിന്നെ ഇപ്പോൾ പക്ഷേ സ്വപ്ന ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തലിൽ സ്വപ്ന പറയുന്നത് ശിവശങ്കർ തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ശിവശങ്കർ മാത്രമല്ല, വേറെയും ചിലരൊക്കെ ഉണ്ട്. ഈ ഉന്നത IAS IPS പദവിയിലൊക്കെ ഇരുന്നിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാർ എങ്ങനെ വീണ്ടും തിരിച്ച് സുപ്രധാന പദവികൾ വഹിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ വഹിക്കാൻ കാരണമായെങ്കിൽ, അങ്ങനെ വഹിച്ചെങ്കിൽ അതിന് പ്രത്യുപകാരം ചെയ്യണമല്ലോ. അതിപ്പോഴും തുടരുന്നുണ്ട്. അത്തരം ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന് വേണ്ടിയും മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയന് വേണ്ടിയും ആ സഹായങ്ങളൊക്കെ തുടർന്നും നൽകുന്നുണ്ട് എന്നുള്ളത് സ്വപ്നയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും നമുക്ക് സ്വപ്നയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പക്ഷെ അതിൽ കഴമ്പുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. കാരണം സ്വപ്ന ഒരു കേസിൽ അക്യൂസ്ഡ് ആയിട്ട്, സ്വർണ്ണക്കടത്ത് കേസിലടക്കം അക്യൂസ്ഡായി നയതന്ത്ര ഡിപ്ലോമാറ്റ്, നയതന്ത്ര ബാഗേജ് സ്വർണം കടത്തിയെന്ന കേസിൽ ഒരു വളരെ കുപ്രസിദ്ധമായ കേസിലെ പ്രതിയാണ്, നിലവിൽ പ്രതിയാണ്. സ്വപ്നയും. അതുകൊണ്ട് സ്വപ്ന പറയുന്നത് എല്ലാം കള്ളമാണെന്നോ എല്ലാം സത്യമാണെന്നോ നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിലെ യുക്തി, സ്വപ്ന പറയുന്ന കാര്യങ്ങൾക്ക് പുറകിലെ യുക്തി പരിശോധിച്ച് അതിനകത്തൊരു ലോജിക് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അതിന് പ്രസക്തിയുണ്ട്. ഇങ്ങനെ സ്വപ്ന ഇപ്പോൾ വീണ്ടും വീണ്ടും തൻ്റെ നിലപാട് ശക്തമായി പറയുമ്പോൾ തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. പാലക്കാട് IHRDS പോയി നിന്നു. അവിടുന്ന് ബാംഗ്ലൂർ അവിടുന്ന് രാജിവെച്ച് അവർ പുറത്താക്കിയില്ല സ്വപ്നയെ. രാജിവെച്ച് സ്വപ്ന ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഇപ്പോൾ തിരിച്ചു വീണ്ടും IHRDSന്റെ സെക്രട്ടറിയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. അതെ, ആ കേസിലാണ് ഇപ്പോൾ പാലക്കാട് ജാമ്യം എടുക്കാൻ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ സ്വപ്നയ്ക്ക് സഹികെട്ടാണ് സ്വപ്ന ഇത് പറയുന്നത്. അത് സത്യമാണ്. പുറകെ നടന്ന് ദ്രോഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വപ്ന പലതും പുറത്തു പറയാൻ നിർബന്ധിതയായിരിക്കും. ഇപ്പോൾ പ്രേക്ഷകർക്കും ഒരു താല്പര്യം കാണും, നമുക്കടക്കം താല്പര്യം കാണും. സത്യാവസ്ഥ എന്താണ് ഞാൻ പറയുന്നത്? സ്വപ്നയെ കൂടുതൽ കാര്യങ്ങൾ സ്വപ്നയ്ക്ക് അറിയാമെങ്കിൽ തെളിവ് സഹിതം അത് പുറത്തുവിടണം. അത് പുറത്തുവിട്ട് അത് വലിയ ചർച്ചയാകട്ടെ. സ്വപ്ന മുഖ്യമന്ത്രി കാണുമെന്നല്ലേ പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി മുമ്പായെങ്കിലും ഒരു തെളിവുകൾ ഹാജരാക്കി ഒരു പുനരന്വേഷണം, വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ സ്വപ്നയ്ക്ക് ആവശ്യപ്പെടാം. സ്വപ്നയുടെ അവകാശമാണ്. നമ്മുടെ ഈ ഭാരതത്തിലൊരു പൗര എന്ന നിലയിൽ സ്വപ്ന എന്ന ആ സ്ത്രീയുടെ അവകാശമാണത്. അത് നിഷേധിക്കാൻ പറ്റില്ല. കുടുംബജീവിതം നമുക്ക് താറുമാറായി എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ മറ്റു ചില. എന്തായാലും സ്വപ്ന മുഖ്യമന്ത്രിയെ കാണുകയും വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുമ്പോൾ അതൊരു വലിയ ഭൂകമ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ED കേസിൽ ഈ അമാന്തം, ED അടയിരുന്നിട്ട് മുട്ട വിരിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ആ മുട്ട വിരിയാത്തത്? അല്ലെങ്കിൽ ചീമുട്ടയായി പോയോ? ചീമുട്ടെങ്കിൽ ചീമുട്ട എന്ന് പറയണ്ടേ? EDയുടെ അടയിരിപ്പ് തീർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വീണ തൈക്കണ്ടി കിടക്കാൻ നെഞ്ചിരിപ്പുണ്ട്, അല്ലേ? BP കൂടി നിൽക്കില്ല. അത് അവരുടെ ഈ കേന്ദ്ര ഏജൻസികളുടെ ഒരു തന്ത്രവും കൂടിയാണ്. സമ്മർദ്ദം ചെലുത്തി ഒരു പരുവമാക്കും നമ്മളെ. ഇട്ടിട്ട് പോയ പല കേസുകളുണ്ട് ഇതേപോലെ. അല്ല, അതിനകത്ത് കഴമ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് അവസാനം ഇട്ടിട്ട് പോകുന്നത്. ഡാമേജ് ഭയങ്കരമായിരിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷെ അത് മറ്റ് പലതിലേക്കും, ഇതുപോലെ ഈ സ്വപ്ന സുരേഷ് അടക്കം പല വെളിപ്പെടുത്തലുകളിലേക്കും ഇത് ഒരു വഴി ഉണ്ടാക്കിയിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. മറ്റൊരു വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് ED മിണ്ടുന്നില്ല? അതെ.